ഒരു കൊമേഡിയൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുന്നത്, ഒരു മെൻ്റലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വക ചോദ്യങ്ങൾ പോലും വരേണ്ടി വരുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. എവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്, അതെനിക്കൊന്നും ചെയ്യാനില്ല. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഷോകൾ കംപ്ലീറ്റ് ഫ്ലോപ്പായി ഇത് പോയാലും ഞാൻ ജീവിക്കും. നമ്മളത് കണ്ടെത്തണം. എന്നിട്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ, എൻ്റെ ബ്രെയിനിലെ ന്യൂറോട്രോഫിക് സിസ്റ്റങ്ങളിലൂടെ അത് വർക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഒരു സംതിങ് യുണീക്കായി മാറുള്ളൂ. അല്ലെങ്കിൽ മറ്റാരോ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പാവ മാത്രമായിരിക്കും. നമ്മൾ എന്തിനാണ് പർപ്പസ്, എന്തിനാണ് നമ്മൾ ഈ ഭൂമി വന്നത്, അതിന് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയാണെന്നുള്ളതല്ല, ഒരു വലിയ ഷോ എൻ്റെ മനസ്സിലുണ്ട്. ഇനിയും വേറെ ചില പ്ലാനുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ക്രേസി ഐഡിയ ആയിട്ട് തോന്നും. ഇതൊക്കെ ഞാൻ പണ്ട് 10-20 വർഷം മുമ്പൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അന്നേരം എന്നെ മണ്ടനാക്കി ഓടിക്കും. ഇതൊക്കെ അപ്പോൾ അന്ന് അത്രയും ഡൗട്ട്ഫുൾ ആയിട്ട് നിന്നിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനായിട്ട് നിവിനുണ്ട്. ആ സെൽഫിനോട് ഇപ്പോഴത്തെ സെൽഫിന് എന്തായിരിക്കും പറയുന്നത്? ഭയങ്കര കൺഫ്യൂസ്ഡ് ചോദ്യമാണ്. ഞാനത് എങ്ങനെ ഉത്തരം പറയുന്നുള്ളതാണ്. എന്ത് പറയുന്നുണ്ട്? ബാഹുബലി തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്, RRR തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. പക്ഷെ ദൃശ്യം സിനിമ നമ്മളങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുകയാണെങ്കിൽ അതിതാണെന്ന് നമുക്ക് പറയാം. ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ദൈവമായിട്ട് നിനക്ക് കൊണ്ട് തന്നാണെന്ന് പറയാം. നമ്മളതെങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ ബേസ് ചെയ്ത് മാത്രമാണ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലാതെ ലോകം എന്നുള്ളതല്ല. ഒന്നുമില്ല. ദൈവത്തിൽ വിശ്വാസം അതാരാണ്? പിന്നെ വേറെ ചില ആൾക്കാർ ഇത് പഠിക്കാനായിട്ടൊക്കെ വരും. ഈ വരിക്കാൻ വിളിക്കുന്ന ആൾക്കാർ പറയുന്നത് ഭാര്യയ്ക്ക് ഇനി വേറെ എന്തുണ്ടോ എന്നറിയോ, എൻ്റെ കാമുകിക്ക് വേറെ എന്തുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടൊക്കെയാണ്. ഇപ്പം ഞാൻ ഈ മറുനാടൻ മലയാളിയുടെ സിനിമ തെക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, സംസാരിക്കുന്നു. നമ്മൾ ഒരു പരിചയമില്ലാത്ത രണ്ട് സ്ട്രേഞ്ചേഴ്സാണ്. അതെ, ക്യാമറ എടുക്കുന്ന ചേട്ടനൊക്കെ സ്ട്രേഞ്ചറാണ്. ഈ സെറ്റപ്പും എനിക്ക് പുതുതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അന്ധവിശ്വാസങ്ങളെയും അതുപോലുള്ള കാര്യങ്ങളെയും എല്ലാം പൊളിച്ചെഴുതിയിരുന്നു. മുമ്പോട്ട് എന്താണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എത്രത്തോളം റെലവൻ്റ് ആണ് അല്ലെങ്കിൽ വാലിഡ് ആണെന്ന് എനിക്കറിയില്ല. ആക്ടേഴ്സ് ഒരുപാട് പേര് ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അതിലേക്കൊന്ന് ചെല്ലാൻ വേണ്ടി മെൻ്റലിസ്റ്റുകളുടെ സഹായം തേടാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇല്ല, അത് എന്ത് കഥാപാത്രത്തിലേക്ക് വേണ്ടിയിട്ടും ആരുമായിട്ട് വേണമെങ്കിലും മാറി. ഇപ്പോൾ ഒരു ക്യാമറമാനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആങ്കറെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുമായി കുറേ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വാക്കുകൾ പടപടപടാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമറമാൻ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിളുകൾ, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് അയാളുടെ മുമ്പിൽ ഈ ക്യാമറയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അയാൾക്ക് വേറെ ചിന്തകളുണ്ട്. അതെല്ലാം ഒരാൾ മനസ്സിലാക്കിയിട്ട് അയാൾ ഈ കഥാപാത്രമാകാൻ പോകുന്ന ആൾ അതാണെങ്കിൽ അത് ഒബ്സർവ് ചെയ്യണ്ടേ. ഇത്തരമല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു മെൻ്റലിസം ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റേജ് മാനേജ് ചെയ്യുന്ന ഒരു തിയേറ്ററിക്കൽ പെർഫോം ചെയ്യുന്ന ഒരാളെ വെച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുമായിട്ട് വന്ന് ചോദിച്ച് സംസാരിച്ച് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മെൻ്റലിസ്റ്റുകളും ഇത് തെറ്റിദ്ധാരണാപരമാണ്. ഒരു കൊമേഡിയൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുന്നത്, ഒരു മെൻ്റലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വക ചോദ്യങ്ങൾ പോലും വരേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അല്ല, ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ലാത്ത ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഇവിടെ. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധമുള്ള പോലെ തോന്നൂല. അതാണ് ഈ ഷോ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ പിന്നെയും പിന്നെ അത് കാണണമെന്ന് പറയുന്നത്. ഷോകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറി വരുന്നത് ഇതെല്ലാം റീസൺ ഇത് കംപ്ലീറ്റ് അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാണ്. ഇതിന് പിന്നിൽ രഹസ്യങ്ങളുണ്ട്, ഒരുപാട് മെത്തേഡുകളുണ്ട്, ഒരുപാട് സൈക്കോളജിക്കൽ ട്രിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ്, ഒരു വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ മെൻ്റലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇപ്പം പെർഫോം ചെയ്യുന്ന ആരുടെ ആണെങ്കിലും അവരുടെ എനർജി ഭയങ്കര വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ മെൻ്റലിസ്റ്റുകാരുടെ നിങ്ങൾക്കൊരു പ്രത്യേക എനർജി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേക ഒരു ഓറ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അത് ഒരു മൂടി പോലെ ഫേക്ക് ആവുന്നതാണോ, അതോ ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു എനർജി ഉള്ളതുപോലെയാണ്? രണ്ട് കാര്യത്തിന് എനിക്ക് ഉത്തരവില്ല. കാര്യം എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ഓറ ഉണ്ടെന്ന് തോന്നുന്ന ആൾക്ക് അത് തോന്നുന്നു എന്നുള്ളതാണ്. അത് നല്ലതായിട്ടാണെങ്കിൽ ഞാൻ അതിന് ഭയങ്കര ഒരു അവാർഡായിട്ട് സ്വീകരിക്കും. പിന്നെ അത് ഫേക്ക് ആണോ എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വളരെ ജെന്യുവൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മളൊരു കാര്യമുണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അങ്ങനെയല്ല, പേഴ്സണലി നമ്മൾ ഫേക്ക് ആണെന്നല്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായി, ക്ലിയറാ. ഇപ്പം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ഇൻഡെപ്ത് ആയിട്ടൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ബ്രൂസിലി പറയുന്നൊരു ഡയലോഗുണ്ട്,
1000 അടവുകൾ പഠിച്ച ഒരാളെ എനിക്ക് പേടിയില്ല. ഒരടവ് 1000 തവണയൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നവനോട് എനിക്കൊരു ചെറിയ ഇതുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ A to Z പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിനെയും മറക്കേണ്ട ആവശ്യമില്ല, ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്പജ്ഞാനമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. മുന്നോട്ടുള്ള പോക്ക്, യാത്രകൾ എല്ലാം നമുക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവും. എല്ലാ കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതും പഠിക്കേണ്ട സോഴ്സുകളിൽ നിന്ന് തന്നെ പഠിക്കുക. അല്ലാത്തടത്തോളം കാലം ഇപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ വരും. ഞാനിപ്പോഴും വളരെ സിമ്പിൾ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഷോ കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് തോന്നും. എല്ലാം കോൺട്രഡിക്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ മാറ്റി പറയുന്നില്ല, ആളുകൾ അവർക്ക് തോന്നും. ഇപ്പം എല്ലാ കാര്യങ്ങളെയും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇത്ര നേരം സംസാരിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുവേ സ്റ്റേജ് ഷോസ് നടത്തുന്ന എല്ലാവരും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിക്കും പേഴ്സണലി ഉള്ള ഡൗൺഫാൾസിനെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? അത് ലേണിങ്ങിനുള്ള ഒരു സാധനം മാത്രമാണ്. നമ്മളൊരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ കിട്ടില്ല. പരാജയപ്പെടുക, എൻ്റെ അപ്സും ഡൗൺസും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ആ തെറ്റ് എന്താണ് പറ്റിയത്. ഇപ്പം ഇന്ന് നിങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു അല്ലേ, എന്നിട്ട് ഞാൻ ഇരുന്ന് ചിന്തിക്കും. ഞാൻ പറഞ്ഞതിനകത്ത് ഈ ഇൻ്റർവ്യൂ ഇന്ന് കാണുക, ഞാൻ കാണാതിരിക്കില്ല. അയ്യോ അപ്പോൾ അത് ഞാൻ അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യണം എന്നേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കായില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ അങ്ങനെ സങ്കടപ്പെടാറൊന്നുമില്ല. അത് മേക്കപ്പ് ചെയ്യണം, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരും. അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ജനുവരി 6-ാം തീയതി ലേ മെറിഡിയനിൽ നടക്കുക. എനിക്ക് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മെൻ്റലിസം ഷോ ആണ്. ഇത്രയും വലിയൊരു ഷോ ഏതായാലും അത് ഞാൻ സ്വയം എൻ്റെ പടമിൻ്റെ ഫുൾ സീസൺ എന്ന് പറഞ്ഞ സാധനമല്ല, ഒരു വലിയ ഷോയാണ്. ഭയങ്കര വലിയൊരു തിയേറ്ററിക്കൽ പ്രൊഡക്ഷനാണ്. ഇത് ഫെഡറൽ ഇൻ്റർനാഷണൽ ചേംബർ ഫോറം അജിത് പെഗാസസ് ആണ് അത് പിച്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ആ ഈവൻ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ അവിടെ പോയി ആ ഷോ ചെയ്യുക. നിങ്ങൾ വരുമല്ലോ, കാണാൻ പോയോ? തീർച്ചയായിട്ടും. ഇത്രയാണ് എക്സ്പെക്റ്റേഷൻ. ഇനി അവിടെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ജെന്യുവനായിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയാം. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഡൗൺഫാൾസിൻ്റെ കാര്യം ഞാൻ പറ്റി സംസാരിച്ചല്ലോ. അത് എനിക്കത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം വളരെ ചെറിയത് അല്ലെങ്കിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാരണങ്ങളാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ട്രാജിക് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ലൈഫിന് ഇത്രയും പോസിറ്റീവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന സാറിനൊക്കെ ഇത്തരം ഐഡിയയോടൊക്കെ എന്താ തോന്നാറുള്ളത്? അല്ല, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ഇമ്പൾസീവായിട്ടുള്ളൊരു 3 രീതിയിലാണ്. ഇമ്പൾസീവായിട്ടുള്ളൊരു ബിഹേവിയറിൻ്റെ പുറത്താണ് അപ്പോൾ കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. മറ്റേത് നാളുകളായി പ്ലാൻ ചെയ്യുകയാണ്. എനിക്കിനി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഒരു സ്പേസ് ഇല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം പോവാണ്, ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്നുണ്ട്, അങ്ങനെ പോകും. പിന്നെ ചില സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ എത്തിയിട്ട് അവർ അങ്ങ് ചെയ്യുവാണ്. അങ്ങനെ ഒരു 3 രീതിയിലാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഒക്കെ ഇപ്പോഴും ഇതൊന്നും ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, എന്നിലും സംഭവിക്കാം, അറിയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇത്ര നേരം വളരെ മനുഷ്യൻ കടിച്ചു കീറി വലിച്ചു കീറി എറിഞ്ഞ് ആക്രമിച്ചൊക്കെ ജീവിക്കുന്ന ജീവി തന്നെയാണ് മനുഷ്യൻ. ഇപ്പം നമ്മൾ തമ്മിൽ ഏത് മൊമെൻറ്റിലാണ് വഴക്കുണ്ടാകുക എന്ന് നമുക്കറിയില്ലല്ലോ. ജീവിതത്തിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല ആരും കൂടെ ഇല്ലേ? അപ്പോൾ ഞാനും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് അത് ഒരു തോട്ട് നമുക്ക് വരിക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ജീവിക്കുന്നത് എന്തിനാണ്? സുഖമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാനും പ്രഭാതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ചെറു പുഞ്ചിരിയോട് ഉണരാനും ഭക്ഷണം കഴിക്കാനും. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് കൃത്യമായി ചെയ്തിട്ട് എനിക്ക് എന്നെ ഹാപ്പി ആക്കിയിട്ട് കിടന്നുറങ്ങാനും ഉള്ളത് തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ എല്ലാം ആകസുത ഹാപ്പിനെസ്സാണ്. സന്തോഷമായി ഇരിക്കുക, സന്തോഷമായി മരിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതിനിടയിൽ വന്ന് കിട്ടുന്ന കുറേ ഓപ്പർച്യൂണിറ്റികൾ, അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റുകൾ, ഇതെല്ലാമാണ് നമ്മളെ പല വഴികളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷൻസിനെ ഇമോജികളാക്കുന്ന കാലത്തൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ വന്നു, നമ്മൾ താങ്കൾക്ക് ഒരു വലിയ നടനായി താങ്കളൊരു അവാർഡ് വാങ്ങിച്ച് നിൽക്കുമ്പോൾ ഞാൻ തമ്പ് ഒരു പടം കൊടുക്കുന്നു, സൂപ്പർ, എൻ്റെ ഒരു സ്റ്റിക്കർ കൂടെ വിടുന്നു, എൻ്റെ പണി കഴിഞ്ഞു. എന്നാൽ പണ്ട് അങ്ങനെ അല്ല. നിങ്ങളൊന്ന് കാണും, സൂപ്പർടാ, കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് കയറി വരണം. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സാധനം അയാൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു. സോ അവിടെ ഒരു ഇമോഷണൽ സാധനമുണ്ട്. അപ്പോൾ ഇന്നെല്ലാം നമ്മൾ ഈ മുറിക്കകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുന്നില്ല,
ആപ്പുണ്ട്, വീട്ടിൽ കൊണ്ടുതരും, പൈസയ്ക്ക് ബാങ്കിൽ പോകുന്നില്ല, എവറിത്തിങ് ഓൺലൈനായി. അപ്പോൾ എന്ത് പറ്റും? നമ്മളൊരു സെൽഫ് സെൻറ്റേർഡായി മാറി. മറ്റുള്ളവരുടെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ, വികാരങ്ങൾ, അവൻ്റെ തളർച്ചകൾ, സന്തോഷങ്ങൾ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ നമ്മളിലേക്ക് മാത്രമായി മാറുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ആവുന്ന, കട്ടാകുന്ന മൊമെൻറ്റിൽ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യത്തിന് മുമ്പിലാണ് പല ആളുകളും ഈ ആത്മഹത്യകൾ നടത്തുന്നതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലൈൻ കറക്റ്റായോന്ന് എനിക്കറിയത്തില്ല. എവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്, അതെനിക്കൊന്നും ചെയ്യാനില്ല. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഷോകൾ കംപ്ലീറ്റ് ഫ്ലോപ്പായി ഇത് പോയാലും ഞാൻ ജീവിക്കും. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഞാൻ ഈ മൊബൈലോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അറിയാം. മനസ്സിലായതോ? ഇന്നത്തെ കാലത്ത് എല്ലാം ടെക്നോളജികളുടെ ലോകത്താണ്. നമ്മൾ പലതും നേരിൽ പോയി കണ്ട് അനുഭവിക്കണം. നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാവണം, യാത്രകൾ ഉണ്ടാവണം, പുസ്തകങ്ങൾ വായിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് കുറേ അനുഭവങ്ങൾ കിട്ടുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് മാത്രമാണ് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാര്യമില്ല. നമ്മളത് കണ്ടെത്തണം. എന്നിട്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ, എൻ്റെ ബ്രെയിനിലെ ന്യൂറോട്രോഫിക് സിസ്റ്റങ്ങളിലൂടെ അത് വർക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഒരു സംതിങ് യുണീക്കായി മാറുള്ളൂ. അല്ലെങ്കിൽ മറ്റാരോ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പാവ മാത്രമായിരിക്കും. ആരോ കീ കൊടുക്കുമ്പോൾ ആടുന്ന ഒരു മനുഷ്യനായി മാറും. നമുക്ക് നമ്മളുടേതായ ഒരു ഡിഗ്നിറ്റി വേണം, നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം, നമ്മുടേതായ ഒരു ഐഡിയോളജി വേണം. മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ? ഇല്ല, വ്യക്തമായിട്ട് മനസ്സിലായില്ല. അല്ല, സാറ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളങ്ങനെ വെറുതെ ഐഡിയലായിട്ടിരുന്ന് ലൈഫ് വേസ്റ്റ് ചെയ്യേണ്ട ആളുകളല്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ എന്തിനാണ് പർപ്പസ്, എന്തിനാണ് നമ്മൾ ഈ ഭൂമി വന്നത്, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്താൻ വേണ്ടി വന്ന ഒരാളാണ്. കലാകാരനാണെന്നുള്ള വ്യക്തിക്കലി അത്ഭുതപ്പെടുത്താൻ വേണ്ടി വന്ന ഒരാളാണ്. ഇതിനകത്ത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതിനോടൊപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സന്തോഷം ഉണ്ടാവും. എൻ്റെ പാഷനാണ് എൻ്റെ പ്രൊഫഷൻ. അതുകൊണ്ട് ഞാൻ ഭക്ഷണവും കഴിക്കുന്നു, ഹാപ്പി ആയിട്ട് ചെയ്യും. ഇപ്പൊ ഇക്കിഗായിലൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഹാപ്പി ലൈഫ് നമുക്ക് നമ്മുടെ ആ പാഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സോഷ്യലി നമുക്ക് കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സാധനമായിരിക്കുമല്ലോ നമ്മുടെ പ്രോപ്പർ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇപ്പം ഞാൻ ചോദിക്കാൻ വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിന് ഒരുപാട് വർഷത്തെ അനുഭവങ്ങൾ, പാഠങ്ങൾ ഇതെല്ലാം അരച്ച് കലക്കി ഇവോൾവ് ആയ ഒരാളാണ് ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന നിപിൻ നിരാവത്ത് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ലൈഫിനെ നോക്കിക്കാണുന്നത്? ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആളുകളുടെ മനസ്സിലാക്കുന്ന ഒരു ഇല്യൂഷനൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറൊക്കെ കറക്റ്റാണ് പറഞ്ഞത്. നമുക്ക് മനസ്സിലാവുമല്ലോ. അറിയുന്ന ഒരാളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സാർ ഇത്രയും നേരം എന്നോട് പച്ചയായ ഭാഷയിൽ പറഞ്ഞിട്ട് പിന്നെയും ഞാൻ തിരിഞ്ഞു പോയി ശരിയാകത്തില്ല. അപ്പൊ ഇത്രയും ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന പോലെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു പരിപാടിയും കാര്യങ്ങളും ഇത്രയും നാളത്തെ ലൈഫിൽ നിന്ന് ലൈഫിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, നാളുകളെ കുറിച്ചിട്ട് ആവലാതിപ്പെടാതിരിക്കുക, ഈ മൊമെൻറ്റ് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതായത് നമ്മുടെ ഈ പ്രസൻറ്റില്ലേ ഹാപ്പി ഉള്ളതാണെങ്കിൽ നാളെ ഈ പ്രസൻറ്റ് പാസ്റ്റായി. അപ്പം നമ്മുടെ പാസ്റ്റ് നല്ലതായിരുന്നു, ഇന്നലത്തെ പ്രസൻറ്റ് നല്ലതാണ്. ഈ പാസ്റ്റും പ്രസൻറ്റും നല്ലതാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും നല്ലതായിരിക്കും അല്ലേ? പ്രസൻറ്റ് മോശമാണെങ്കിൽ നമ്മുടെ പാസ്റ്റ് മോശമായി. അപ്പം പ്രസൻറ്റും മോശമാണ്, പാസ്റ്റും മോശമാണ്, ഉറപ്പായിട്ടും നാളത്തെ ദിവസവും കട്ടപ്പോവായിരിക്കും അല്ലേ? ഈ ഒരൊറ്റ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ മൊമെൻറ്റ് ജീവിക്കുക, ഈ മൊമെൻറ്റിൽ ഹാപ്പി ആകാൻ ശ്രമിക്കുക. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിക്കാരനാണെന്നല്ല അർത്ഥം, എല്ലാ ഇമോഷൻസും വന്നു പോകുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഈ മറുനാടൻ മലയാളിയുടെ സിനിമ തെക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, സംസാരിക്കുന്നു. നമ്മൾ ഒരു പരിചയമില്ലാത്ത രണ്ട് സ്ട്രേഞ്ചേഴ്സാണ്. ക്യാമറ എടുക്കുന്ന ചേട്ടനൊക്കെ സ്ട്രേഞ്ചറാണ്. ഈ സിസ്റ്റവും ഈ സെറ്റപ്പും എനിക്ക് പുതുതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഞാനൊരു പുതിയ ആളുമായിട്ട് സംസാരിക്കുന്നു, കുറേ ചോദ്യങ്ങൾ വരുന്നു. എനിക്ക് വളരെ എത്തിക്കലായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ, എന്നെ ഇൻസൾട്ട് ചെയ്യാത്ത, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാത്ത, എന്നാൽ ഇറിറ്റേറ്റ് ചെയ്താലും ആ ഇറിറ്റേഷനെ ഞാൻ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന സാധനങ്ങളോട് കൂടി എന്തേ വന്നില്ലാന്ന് വിചാരിച്ചിരിക്കുക. ഇത്രേ ഉള്ളൂ. നമുക്ക് ചിരിക്കാം. അതെ, സന്തോഷമായിട്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി പോവുക. ഇടയ്ക്ക് കണ്ണുനീരൊക്കെ വരും, നമുക്ക് അല്ലാത്ത മൂമെൻറ്റുകളൊക്കെ വരും. എന്നാലും എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ചിരിയിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ ഹോപ്പല്ലേ നമ്മളെ ജീവിക്കാൻ, ഹോപ്പ് അല്ലേ, നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഹോപ്പല്ലേ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പം സാറിന്റെ ഒരു 10 പിന്നെ വിളിച്ചോ, ഈ സാറൊന്നും വിളിക്കുക, ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന ആളല്ല. വിഷയമില്ല.
നിബിന് ഇപ്പം ഒരു 10-25 വർഷം മുൻപത്തെ സെൽഫിനോട് സംസാരിക്കാനായിട്ടൊരു സാഹചര്യം കിട്ടുകയാണെന്ന് വിചാരിക്കാം. ചിലപ്പം ഈ ഇന്നത്തെ ലേ മെറിഡിയനിൽ ഇത്രയും വലിയൊരു ഷോ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് ചിലപ്പോൾ അന്നത്തെ ആൾക്ക് ചിലപ്പം അറിയണം എന്നില്ല, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ അന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അന്നേ പ്ലാൻ ഉണ്ട് ഇതൊക്കെ. വലിയ വലിയ പ്ലാനുകൾ അന്നേ ഉണ്ട്. ഈ ചോദ്യം പറഞ്ഞതിനകത്ത് എൻ്റെ കേസിൽ ഞാൻ അതൊക്കെ മുമ്പേ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പം ലേ മെറിഡിയൻ എന്നുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളതല്ല, ഒരു വലിയ ഷോ എൻ്റെ മനസ്സിലുണ്ട്. ഇനിയും വേറെ ചില പ്ലാനുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ക്രേസി ഐഡിയ ആയിട്ട് തോന്നും. ഇതൊക്കെ ഞാൻ പണ്ട് 10-20 വർഷം മുമ്പൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അന്നേരം എന്നെ മണ്ടനാക്കി ഓടിക്കും. ഇതൊക്കെ ഊറാവനെ. കാരണം ഞാൻ താമസിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഏന്ത്യാർ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. റബ്ബർ പ്ലാന്റേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ വളരുന്ന സമയത്ത് ടാറിട്ട റോഡുകളില്ല. ഒരു ബസ് മാത്രമാണ്, സനല എന്ന് പറഞ്ഞൊരു ബസ് മാത്രമാണ്. രാവിലെ 6:15 വരും, വൈകുന്നേരം 7:30 എന്തോ പിന്നെ വരും. ഇതിനിടയിൽ ജീപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഞാൻ പത്രത്തിൽ എൻ്റെ ഒരു പടം വരണമെന്ന് ആഗ്രഹിച്ചൊരു പയ്യനാണ് ഞാൻ. ചോദ്യമായിരുന്നു എന്നിട്ട് എൻ്റെ വീട്ടുകാരുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, എനിക്ക് വലിയ ഷോകൾ ചെയ്യണം. അപ്പം അവരുടെ മനസ്സിലുള്ള ഷോ എന്ന് പറഞ്ഞാൽ പഴയ ഖാദികൻ, കഥാപ്രസംഗക്കാരൻ. പണ്ട് ഇപ്പം കഥാപ്രസംഗമൊക്കെ ഇല്ലല്ലോ അല്ലേ, മിമിക്രിക്കാരൊക്കെ വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. മിമിക്രിയൊക്കെ ഉണ്ടാവുമായിരിക്കും, നമ്മുടെ നാട്ടിലോട്ടൊന്നും അങ്ങനെ വരികയില്ല. അപ്പം ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. രാത്രി 12 മണിക്ക് കള്ളു അടിച്ച് ജുബായിട്ട് വീട്ടിൽ കയറി വരുന്ന, ഭാര്യയെ തെല്ലുന്ന ഒരാളെന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് കാലം മാറി, ടെലിവിഷൻസ് വന്നു, എൻ്റർടൈൻ. അന്നും എൻ്റെ മനസ്സിൽ ഇതൊക്കെ കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതല്ല. ഞാനിതൊക്കെ വായിക്കാനും കിട്ടുന്ന അറിവുകൾ ശേഖരിക്കാനും ഇതിനെക്കുറിച്ചിട്ട് ഇൻഡെപ്തായിട്ട് എൻ്റെ കുഞ്ഞി ബോധത്തിൽ ഞാൻ പോകുമായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഞാൻ ഈ അന്നൊക്കെ റെഫർ ചെയ്ത ആളുകളൊക്കെ ഞാൻ നേരിൽ പോയി കണ്ടു. ന്യൂയോർക്കിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഞാൻ എൻ്റെ ഷോസൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ അവരെയൊക്കെ ഞാൻ അന്ന് ലെജൻസ് ആയിട്ട് കാണുന്ന ആളുകളെ ഞാൻ നേരിൽ കാണുകയും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് മുമ്പേ പറഞ്ഞു, ഫോക്കസ് ഓൺ വൺ തിങ്, ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ഇന്നത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ഫെയിലിയേഴ്സ് ഉണ്ടാവും, അതിനെയൊക്കെ മാനേജ് ചെയ്യണം, ഡൗൺ ടു എർത്ത് ആവണം. ഓക്കെ. അപ്പോൾ അന്ന് അത്രയും ഡൗട്ട്ഫുൾ ആയിട്ട് നിന്നിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഇവരുണ്ടല്ലോ, ആ സെൽഫിനോട് ഇപ്പോഴത്തെ സെൽഫിന് എന്തായിരിക്കും പറയാനുള്ളത്? ഭയങ്കര കൺഫ്യൂസ്ഡ് ചോദ്യമാണ്. ഞാനത് എങ്ങനെ ഉത്തരം പറയുന്നുള്ളതാണ്. എന്ത് പറയുന്നുള്ളത്? നിനക്ക് കുറച്ചുകൂടെ നന്നാവുമായിരുന്നില്ലേ? കുറച്ചുകൂടെ നന്നാവാരോ? കുറച്ചുകൂടെ നന്നായി. എനിക്കറിയില്ല അങ്ങനെയൊക്കെ എന്ത് ചോദ്യം വരും. ഒരുപാട് സമയം ആലോചിച്ച് പറയേണ്ടതായിരിക്കും. ഉത്തരം കിട്ടുമെങ്കിൽ ഞാൻ പറയാം. ഇല്ല, നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞാൽ മതി. ഓക്കെ. സപ്പോസ് നിബിൻ്റെ ഒരു ഷോ കണ്ടിട്ട് ഒരു 15-year-old, ഒരു 10th ഒക്കെ പാസ്സായി നിൽക്കുന്ന ഒരു പയ്യൻ, 15 വന്ന് നിബിനോട് പറയാണ്, നിബിൻ ഞാൻ വലിയൊരു ആരാധകനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി തപ്പി നടക്കുകയായിരുന്നു, എനിക്ക് നിബിനെ പോലെ ആവണം, നിബിൻ എങ്ങനെ ഗൈഡ് ചെയ്യും? ഞാൻ പോയ വഴികൾ മുഴുവൻ അവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. കുട്ടികളെക്കാൾ കൂടുതൽ വലിയ ആൾക്കാർ വരുന്നുണ്ട്. 2 തരത്തിലാണ് വരുന്നത്. ഈ അത് ഞാൻ പറഞ്ഞത് ഞാൻ അവന് ഗൈഡ് ചെയ്യാം, പ്രൊഫഷണലി പറയാൻ. നമുക്ക് ഗൈഡിങ് തുടങ്ങാം. ഗൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന വഴികളും അതിൻ്റെ സ്ട്രഗിളുകളും ഇതിൻ്റെ ഇപ്പം കാണുന്നതിൻ്റെ ഒരു ബാക്ക് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അത്ഭുതം കണ്ടു, അതിൻ്റെ പിന്നാമ്പുറത്തൊരു വലിയ ഒരു വഴിയുണ്ട്. അത് ആ വഴികൾ കുറച്ച് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണെന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തും. ആ ബുദ്ധിമുട്ടുകൾ ഇപ്പം പോളിഷ്ഡായിട്ട് കാണുന്ന സാധനത്തിന് അപ്പുറത്തേക്കുള്ള ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അത് ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ അത് പഠിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരുപാട് പ്രാക്ടീസ് വേണ്ട ഒരു സാധനമാണ്. നിസ്സാരമായ കാര്യമില്ല. കൈയും മെയ്യും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യേണ്ട, പ്രസൻറ്റേഷൻ സ്കില്ലുള്ള, നല്ല വെക്കാബുലറി ഉള്ള ഒരാളാണെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു 500-1000 പേരടങ്ങുന്ന ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു തിയേറ്ററിക്കൽ ഷോ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പിന്നെ വേറെ ചില ആൾക്കാർ ഇത് പഠിക്കാനായിട്ടൊക്കെ വരും. ഈ വരയ്ക്കാൻ വിളിക്കുന്ന ആൾക്കാർ പറയുന്നത്, ഭാര്യയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയോ, എൻ്റെ കാമുകിക്ക് വേറെ ഇതുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. സിനിമ നമുക്ക് പണ്ട്, അതായത് സിനിമയുടെ ആദ്യകാലങ്ങൾ, മലയാള സിനിമ ഏറെക്കുറെ ഞാൻ പറയുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് നമുക്ക് ആദ്യകാലങ്ങൾ, എനിക്കല്ല, ആദ്യകാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയൊരു കൗതുകം ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അല്ലെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട്
പ്രേക്ഷകരെ ത്രസിപ്പിക്കാൻ പറ്റുന്ന ഒരു ശേഷി മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയതോടുകൂടി സിനിമയുടെ ആ ഒരു ആളുകൾക്കുള്ള ഒരു ക്യൂരിയോസിറ്റി കുറേ നഷ്ടപ്പെട്ടു. സിനിമ കാണുമ്പോൾ ആളുകൾ ഓക്കെ ഇത് അവിടെ അത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ഇപ്പം സാറ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഈ മെൻ്റലിസം ഒരു ഷോ, ആ ഒരു ഷോ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പ്രൊഫൗണ്ടായിട്ട് അറിവുള്ള ഒരാൾ വന്ന് ഇതിൻ്റെ സീക്രട്സും ട്രിക്സും ടിപ്സും എല്ലാം റിവീൽ ചെയ്യുകയാണ്. ആളുകൾക്ക് ഇതിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയാണ്. അങ്ങനൊരു സമയം വരുവാണെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ആർട്ട് ഫോമിൻ്റെ ഫ്യൂച്ചർ എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങൾക്കല്ല പ്രധാനം, ഇതിൻ്റെ സ്ക്രിപ്റ്റിനും ഇതിൻ്റെ പ്രസൻറ്റേഷനും ആളുകളുടെ എൻഗേജ്മെൻറ്റിനാണ് പ്രധാനം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ MGM സ്റ്റുഡിയോ പണ്ടേ പൂട്ടിപ്പോകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഡേവിഡ് ബ്ലെയിൻ്റെ ലാസ് വെഗാസിലെ സ്റ്റുഡിയോ പൂട്ടിപ്പോകേണ്ടതാണ്. ഡെറൻ ബ്രൗണിൻ്റെ UK ഫ്ലൈസ് തിയേറ്റർ പൂട്ടിപ്പോകേണ്ടതാണ്. അപ്പോൾ പെൻ ആൻഡ് ടെല്ലർ ഷോസ് ഇന്നും ഹൗസ്ഫുള്ളാണ്. ഇതൊക്കെ ലെജൻഡുകളുടെ പേരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് രഹസ്യങ്ങളെ ബേസ് ചെയ്തിട്ടല്ല, മനസ്സിലായോ? ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നടൻ്റെ എത്ര പടങ്ങൾ ഫ്ലോപ്പായി, എന്നിട്ടും അവർ വീണ്ടും പുതിയ സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നു, അതിൽ വിജയങ്ങൾ ഉണ്ടാകുന്നു, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കലാകാരൻ ചെയ്യുന്ന ഒരു ഷോ അത് അയാൾ കോപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്തെ കാര്യം അതേപോലെ വേറൊരു ആർട്ടിസ്റ്റ് കണ്ടിട്ട് അതേപോലെ ഒരു ഷോ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ കല്ലെറിയണം. കാര്യം എന്തെന്നറിയോ? ഇത്ര വർഷമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് അവൻ ഒന്ന് എത്തിക്കലായിട്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ ചെയ്യുന്ന അതേ കാര്യം അവിടെയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ ഇത് കണ്ടാൽ പോരെ, അത് കണ്ട കാര്യമുണ്ടോ? അവൻ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു പുതിയ സാധനം ഉണ്ടാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് കൈയടിക്കണം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എളുപ്പ വഴികളിലേക്ക് ആൾക്കാർ എപ്പോഴും പോകുന്നത്, അതിനൊന്നും മെനക്കെടാൻ നിൽക്കില്ല. അപ്പം അങ്ങനെ കുറേ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എല്ലാ കലാകാരനും എല്ലാ കലാകാരിമാർക്കും എല്ലാ ആർട്ടിനും ഒരു അപ്സും ഡൗൺസും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ആകുക, മുന്നോട്ട് നമ്മൾ പരാജയപ്പെടില്ല, നമുക്കിങ്ങനെ കലഹരണപ്പെട്ടു പോകില്ല എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുക എന്നതല്ലാതെ ഇതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യം, ഇപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും വളരെ കുറവാണ്. അതിൻ്റെ റീസൺ നമുക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് മാത്രം ഒരു വാക്കിൽ പെടുന്ന ഒരു സാധനമാണ് സിനിമ. എൻ്റർടൈൻമെൻറ്റാണ്, പാട്ട് എൻ്റർടൈൻമെൻറ്റാണ്, ടെലിവിഷൻ ഷോസ് എൻ്റർടൈൻമെൻറ്റാണ്, നമ്മൾ ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റാണ്, വൈകുന്നേരങ്ങളിൽ പിള്ളേർ എല്ലാവരെങ്കിലുമായിട്ടൊക്കെ ചില്ല് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന എൻ്റർടൈൻമെൻറ്റ്, ഇൻസ്റ്റഗ്രാമിലെ റീലുകൾ എൻ്റർടൈൻമെൻറ്റാണ്. അപ്പം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, ടെലിവിഷൻ പോലും ഇല്ലായിരുന്നു. അപ്പം ആകെ ഉണ്ടായിരുന്ന നാടകം, ഗാനമേള, സിനിമ, വേറെ എന്നാ ഉണ്ടായിരുന്നേ? പാർക്കുണ്ടായിരുന്നു, പാർക്ക് പോലും മര്യാദയ്ക്കില്ലായിരുന്നു. അപ്പം ഇത് ഇഷ്ടം പോലെ ഉള്ളപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ കാണാം. പിന്നെ ഈ സിനിമ നമ്മുടെ മൊബൈലിലും നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളിലും കിട്ടും. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സ്പെസിഫൈഡ് ആയിട്ടുള്ള പടങ്ങൾ മാത്രം തിയേറ്ററിൽ പോയാൽ പോരെ. ബാഹുബലി തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്, RRR തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. പക്ഷെ ദൃശ്യം സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാണരുതെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഇരുന്ന് OTTയിൽ കണ്ടാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ഇനിയിപ്പോൾ AI ലോകമാണ്. ക്യാമറമാൻ വേണ്ട, സ്ക്രിപ്റ്റ് റൈറ്റർ വേണ്ട, ആക്ടർ വേണ്ട, സ്റ്റുഡിയോ വേണ്ട, ലൈറ്റ് സെറ്റപ്പ് വേണ്ട, എല്ലാം ഒരു കുഞ്ഞു PC-ക്കകത്ത് അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല ഒന്നാന്തരം റിയലിസ്റ്റിക് മൂവി, അത് മനുഷ്യൻ അഭിനയിച്ചതുപോലെ തന്നെ ഇമോഷൻസ് ജനറേറ്റ് ചെയ്ത് അത് AI ആണെന്ന് തോന്നാത്ത സാധനങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നമ്മൾ ഈ പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അല്ല ഈ പറഞ്ഞ സെയിം പോസിബിലിറ്റി ഈ ഷോകൾക്ക് ഉണ്ടാവാൻ സാധിക്കും വരുമല്ലോ. അപ്പം നമ്മൾ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാമറ ചെയ്യുന്നവരോ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാരോ അവരിതെല്ലാം പഠിക്കണം. എന്നിട്ട് അത് അവരുടെ പ്രൊഫഷനിൽ എങ്ങനെ കുറച്ചുകൂടി ഈസി ആക്കും എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. പണ്ട് വാൾ പോസ്റ്റേഴ്സിൽ നമ്മൾ മതിലുകളിൽ എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ബാനറുകൾ എഴുതുന്ന സമയത്താണ് ഫ്ലെക്സ് പ്രിൻറ്റിങ് വരുന്നത്. അപ്പോഴത്തേനും അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവർ യൂണിയൻ ഉണ്ടാക്കിയിട്ട് ഫ്ലെക്സ് മെഷീൻ തല്ലിപ്പൊളിക്കുക, എവിടെ ഫ്ലെക്സ് ബാനർ കണ്ടാൽ കത്തിക്കുക, കാരണം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അതിൽ കുറച്ച് ആൾക്കാർ റീതിങ്ക് ചെയ്തു, സോ ഇനിയുള്ള ലോകം ഇതാണ്, അപ്പം നമ്മൾ അതും കൂടെ ലേൺ ചെയ്യണം. അങ്ങനെയാണ് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ എന്നുള്ള സോഫ്റ്റ്വെയർസൊക്കെ പഠിക്കാൻ അവരും തയ്യാറാണ്. അവർ നല്ല ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ട് മാറുന്നു. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ കംപ്ലീറ്റ് ജോലി പോകുന്ന രീതിയിലേക്കാണ് AI വന്നേക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ ഐഡിയ കൊടുത്താൽ മതി, വെറുതെ പ്രോംപ്റ്റ് ചെയ്താൽ മതി, പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറിംഗ് അത് കൊടുത്താൽ നല്ല അടിപൊളി പോസ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ അവൻ എൻ്റെ തൊഴിൽ പോയെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. അവൻ ഇപ്പോൾ ചെയ്തിരുന്നതിനെ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ
അടിപൊളിയായിട്ട് റിഫൈൻഡ് ആയിട്ട് എനിക്ക് ഇതും കൂടെ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ആ മേഖലയിൽ എനിക്ക് അപ്ഗ്രേഡ് ആവാം എന്ന് ചിന്തിക്കുന്നിടത്താണ് അവൻ ഡിഫറെൻ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് പരാതിക്കാരായി മാറിക്കൊണ്ടിരിക്കും. ഞാനും അങ്ങനെ ആ ഒരു യാത്രയിലാണ്. ഓക്കെ, അങ്ങനെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയിലാണ്. ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് സാറിൻ്റെ പേഴ്സണൽ ലൈഫിൽ തോന്നിയ ഏറ്റവും വലിയ മാജിക്കാണ് ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങിൽ നമ്മുടെ സ്വന്തം ഫോട്ടോ വരണം അല്ലെങ്കിൽ വാർത്ത വരണം എന്ന ആഗ്രഹവുമായിട്ട് പോകുന്നു. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം താൻ ആഗ്രഹിക്കാതെ ചോദിക്കാതെ ആ ഒരു മാജിക് അവിടെ നടക്കുന്നു. അപ്പോൾ ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ പരിപാടി സത്യമാണോ? എന്താ അത്? അല്ല, അതിപ്പോൾ നമ്മൾ അങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇതാണെന്ന് നമുക്ക് പറയാം. ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ദൈവമായിട്ട് തന്നെ കൊണ്ട് തന്നാണെന്ന് പറയാം. നമ്മളതെങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ ബേസ് ചെയ്ത് മാത്രമാണ്. നമ്മൾ എന്ത് തീവ്രമായി ആഗ്രഹിക്കുന്നു, ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിന് ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ലോകം എന്ന് പറഞ്ഞാൽ അവരെല്ലാം എനിക്ക് വേണ്ടിയും കൂടെ കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഒരാൾ ചോദിക്കാം, എനിക്ക് ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളല്ലേ, അപ്പോൾ എൻ്റെ യൂണിവേഴ്സിലുള്ള ആളാണ്. അവരും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒന്നിക്കുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന ആൾക്ക് അതെല്ലാം അവിടെ കിട്ടുന്നത്. സി, ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ. സത്യം. അതിപ്പോൾ നമ്മളൊരു കാര്യത്തെ എത്രത്തോളം ആഗ്രഹിക്കുമ്പോഴത്തേനും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ള സർക്കിളിനോട് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലാതെ ലോകം എന്നുള്ളതല്ല. അപ്പം നമ്മുടെ ശൃംഖല അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഡോട്ടുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന എത്രത്തോളം വലുതാണ്, അവരെല്ലാം നമ്മളൊപ്പം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു ചെറിയ പാട്ടായിട്ട്. ചിലപ്പം 5 പൈസ കയ്യിലില്ലാത്തപ്പോൾ ഇവിടെ ഒരു 50 രൂപ ഇട്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ 100 രൂപ ഇട്ട് തന്ന ആളുണ്ടാവും. പിടിയിട്ടില്ലേ? അപ്പം നമ്മളുടെ യൂണിവേഴ്സിൽ അവരും ഉണ്ട്. ചിലപ്പോൾ ആ 50 നിന്ന് അന്ന് ഒരു അടുത്ത 3 മണിക്കൂറിൽ അവൻ ആ 100 രൂപയും തിരിച്ചു കൊടുത്തു, നമുക്ക് 1000 രൂപ കിട്ടുകയും ചെയ്തു. മിറക്കിളിൽ വിശ്വസിക്കുന്ന ആളാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ഷോയിനെ എക്സാക്ട്ലി കോൺട്രാഡിക്ട് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ആണല്ലോ. പക്ഷെ സ്റ്റേജിൽ ഷോ മുഴുവൻ മിറാക്കിളാണ്. വീണ്ടും ഓക്കെ. അപ്പം അങ്ങനത്തെ സൂപ്പർസ്റ്റീഷ്യസ് പരിപാടികളോട് ഒന്നുമില്ല. ദൈവത്തിലെ വിശ്വാസം അതാരാണ്? നമുക്ക് സുപ്പീരിയർ എന്ന് തോന്നുന്ന ഒരു ഫോഴ്സ്, എനർജി, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലാത്തതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു. നമ്മൾ അറിഞ്ഞാൽ പ്രത്യേകിച്ച് പേരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നതിനകത്തോട് ഒട്ടുമേ ഇത് കാണല് ലൈക്ക് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം കാണാത്തൊരു സംഭവമായിരിക്കും. ലൈക്ക് ഈ ജ്യോതിഷം പരിപാടികൾ, ആസ്ട്രോണമി, അങ്ങനെ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ പോരെ. കൈരേഖാശാസ്ത്രം, ജ്യോതിശാസ്ത്രം, പിന്നെന്താണ് വാസ്തുശാസ്ത്രം. അതാണല്ലോ ഏറ്റവും വലിയ കുഴപ്പിക്കുന്നത്. വീട് പണിയാൻ പോലും പറ്റത്തില്ല. എൻ്റെ വീട് പണിയുന്നതിൻ്റെ ഇതിൻ്റെ വീഡിയോ ശരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ, നമ്മളിവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഡോക്ടർ ഇൻറ്റീരിയർ ജയശങ്കരൊക്കെ അറിയാൻ തോന്നുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ടത്, വാസ്തു നോക്കാതെ വീട് പണിയാൻ എന്ന ഏതെങ്കിലും ആർക്കിടെക്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഏതാണ്ട് ഒരു 800-850ഓളം എൻജിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് അതിനിടയിൽ കമൻറ്റും കമൻറ്റ് ഒരുപാട് വന്നു. വാട്സാപ്പിൽ എനിക്ക് അവരുടെ പ്രൊഫൈൽസ് കാര്യങ്ങൾ വന്നു. അപ്പം അതിൽ ഒരു എൻജിനീയറാണ് സിനീഷ്, ഒരു ആർക്കിടെക്ട് ഒരു രാജേഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് വാസ്തുപരമായ രീതിയിലൊന്നും എൻ്റെ വീടിനകത്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എന്നെ ഈ എൻജിനീയറൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വാസ്തുപരമായിട്ട് വീട് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 5 തരത്തിലുള്ള ഡിസൈൻസ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് വായു സഞ്ചാരമുണ്ടോ, കടന്നു പോകുന്ന വീടിനകത്ത് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം ഉണ്ടാവണം. ആ വീടിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. അല്ലാതെ എനിക്കിപ്പോൾ ഇന്നിടത്ത് ബാത്റൂം വരുന്നതാണ് എൻ്റെ കംഫർട്ടിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ വാസ്തുപരമായിട്ട് അവിടെ അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രം എന്ന് പറയുന്ന സൂഡോ സയൻസിന് വേണ്ടി ഞാനിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അന്ധവിശ്വാസിയായിരിക്കണം. പിടികിട്ടിയോ? ഈ വീടിൻ്റെ ഏറ്റവും ഈസഡ് എൻ്റെ മനസ്സിൽ വന്ന വരകൾ, തോട്ടുകൾ, അതനുസരിച്ച് മാത്രമാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കിതിനകത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ വീടിനകത്തുണ്ട്. ചില വീടുകളിനകത്ത് പോയിട്ട് അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ അവിടെ പോയിരുന്ന് നമുക്ക് കുറച്ച് ഇറങ്ങി പോരാൻ തോന്നും. പുറത്തിറങ്ങി എന്തൊരു സമാധാനമാണ് വേദനയ്ക്ക് അങ്ങനെ. അപ്പം അതൊന്നും ഒരു ശാസ്ത്രവുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. ഇതെല്ലാം നമ്മുടെ മൈൻഡാണ്. പിന്നെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാരണന്മാരൊക്കെ പറയുന്നത് അത് ചെയ്യാൻ, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അത് നോക്കിയേക്കാം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കതൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ ഡിസിഷൻ ഇതാണ്, എനിക്ക് അങ്ങനെ മതി, അത് നോക്കണ്ട. ഇനി ചെയ്തു വന്നപ്പോൾ വാസ്തുപരമായ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കറക്റ്റ് ആണോ എന്നുള്ളത്
അത് ഡിപ്പെൻസ്, നമുക്കറിയില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഇവിടെ ഇത് കറക്റ്റാണ്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഇത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത്രയും അനുഭവങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടുള്ള ഒരുപാട് ലെസൺസ് കാണും, പാഠങ്ങൾ കാണും. അപ്പം ഇത് പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമ പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഷോ അങ്ങനത്തെയാണ്, അത് കണ്ടു. ആ ഷോ അങ്ങനത്തെയാണ്. ഓക്കെ, ഒരു 2.5 hours പ്രോപ്പർ ഷോ, പ്രോപ്പർ ഇതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് കാണിക്കുന്നത്. ഒരു ലാർജർ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ സിനിമയിലൂടെ? സിനിമ എൻ്റെ മേഖലയല്ല. ഞാനൊരു നടനാണോന്ന് ആഗ്രഹിച്ചിട്ടില്ല, സിനിമയ്ക്കകത്ത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ പ്രേക്ഷകരെ പെട്ടെന്ന് ലൈക്ക് അവരുടെ ആ ഒരു ഇമോഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളല്ലേ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. അപ്പം അതിനെ യൂസ് ചെയ്ത് ചിലപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ അങ്ങനെ ചിലപ്പോൾ സാധിക്കത്തില്ലേ? ഷോയാ ഞാൻ എഴുതുള്ളൂ, ഞാൻ സിനിമ എഴുതൂല്ലല്ലോ. ഈ സിനിമയെ ഭയങ്കര ഒരു ഏറ്റവും ടോപ്പിലുള്ള സിനിമയാണെന്ന് ധരിച്ചു വെക്കുന്നതുകൊണ്ടുള്ള വിഷയമാണ്, മനസ്സിലായില്ലേ? അതൊരു ബിസിനസ് മാത്രമാണ്. സത്യം. ലൈവിലി കലാകാരൻ സ്റ്റേജിൽ 2.5 മണിക്കൂർ പെർഫോം ചെയ്യുന്ന ഒറ്റയ്ക്ക് നിന്നാണ് അത്രയും ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ 100-150 ദിവസം എടുത്ത് പല ടേക്കുകളിലൂടെ പല കലാകാരന്മാർ അവരുടെ എല്ലാ എഫേർട്ടുകളും ഇട്ട് ഒരു വലിയൊരു വിഷ്വൽ മാജിക് ഉണ്ടാക്കുന്നവരാണ്. റോ അല്ലല്ലോ, വീണ്ടും റീടേക്കുകൾ ചെയ്തിട്ടല്ലേ ഇത് ചെയ്യുന്നത്. ഇത് ലൈവല്ലേ. അതുകൊണ്ടാണല്ലോ ലാസ് വെഗാസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിയേറ്റേഴ്സ് ഉള്ളത്. അവിടെ മുഴുവൻ തിയേറ്റേഴ്സാണ്. അപ്പോൾ അവിടെ സിനിമയ്ക്കല്ല, സിനിമ തിയേറ്ററുകളിലല്ല ആളുകൾ കയറുന്നത്. ലൈവ് പെർഫോമിംഗ് ആർട്ട് ഫോമുകൾ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്താണ് ആളുകൾ കയറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലാസ് വെഗാസിലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് മലയാളികൾ അവിടെ പോയിട്ടുണ്ട്, ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള തിയേറ്റേഴ്സിന് ക്യൂ ആണ്. ടിക്കറ്റ്സ് ഒന്നും ഒഴിഞ്ഞ് കെട്ടില്ല നമുക്ക്, കാരണം ലോകത്തുള്ള ആളുകൾ മുഴുവൻ വരുന്നൊരു സ്ഥലമാണ്. ലൈവ് ഷോ കാണാൻ അവരിയ്ക്കുന്നത്. ഈ മാജിക്ക് അവർക്ക് മൊബൈലും വേണേൽ കാണാം. ഈ സിനിമകൾ അവർക്ക് മൊബൈലും കിട്ടും, ഇത് കിട്ടില്ല. അത് അവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ലൈവായിട്ട് കിട്ടുന്ന ഒരു എനർജിയോട് ആണ് കൂടുതൽ താല്പര്യം. അതിനല്ലേ ആൾക്കാർക്ക് അപ്പം തന്നെ അവർക്ക് അവർക്ക് ഇന്ററാക്ട് ചെയ്യാം. സിനിമ കാണുമ്പോൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ആ പാടെ പോപ്കോൺ മാത്രം തിന്നാൻ പറ്റുള്ളൂ. അതെ അല്ലേ? ഇത് നമ്മൾ കാണുമ്പോൾ അവരും അതിന്റെ പാർട്ടാവും. ചിലപ്പോൾ അവർക്ക് ചില ആൾക്കാർ സ്റ്റേജിൽ വന്നെന്ന് വരും. ചിലർ അവർക്ക് ചിരിക്കാം, കൈയടിക്കാം, എണീറ്റ് നിൽക്കാം, എൻ്റെ പൊന്നു എന്നൊക്കെ വേണേൽ വെക്കാം. ഇതല്ല നമുക്ക് സിനിമയിൽ അതില്ലല്ലോ. ഇവിടുന്നുള്ള ഒരു 25 years അഹെഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നേരത്തെ കൂട്ടം അല്ലെങ്കിൽ ഒരു 25 വർഷം മുൻപ് പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ ഇനിയുള്ളൊരു 10-20 years പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തായിരിക്കും അൾട്ടിമേറ്റ് എയിം എന്നൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മണ്ടത്തരായിട്ട് തോന്നും. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം പ്ലാനുണ്ട്. ഓക്കെ, ഇതിനേക്കാൾ വലിയ പരിപാടികളാണെന്ന് തോന്നുന്നല്ലോ. പെട്ടെന്നില്ല, ചെറുത് ഞാൻ പ്ലാൻ ചെയ്യില്ലല്ലോ. സ്വാഭാവികം. ഷോ കാണാൻ വരുന്ന, അതായത് January 6 ലേ മെറിഡിയനിലേക്ക് വരുന്ന ഷോ കാണാൻ വരുന്ന പ്രേക്ഷകർ എന്ത് എക്സ്പെക്ട് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ അത്ഭുതങ്ങളുണ്ടാവും. ആരെയും പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന, അവരുടെ ഇമോഷൻസിനെ സെല്ല് ചെയ്യാൻ പോകുന്ന ഒരു സാധനവും ഞാൻ അവിടെ ചെയ്യില്ല. ഇതൊരു അത്ഭുതങ്ങൾ കാണുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ മനസ്സ് പോലെ ആവുന്നു, നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ ആവുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ചിരിക്കാം, തമാശകളിൽ ഇടാം, മിസ്റ്ററികളിൽ പോവാം, കുറച്ചൊരു സ്പൂക്കി, ഇൻവെസ്റ്റിഗേഷണൽ, ഡ്രമാറ്റിക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പോവാം. ഒരു പ്യൂർലി ഒരു കേസ് അന്വേഷണം. ആ കേസ് അന്വേഷണത്തിൻ്റെ ക്ലൈമാക്സിൽ ആരാണ് ആ കേസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു മർഡർ മിസ്റ്ററി, ആ മർഡർ മിസ്റ്ററിയിലെ ആരാണ് ആ കില്ലർ, ആരാണ് വിക്ടിം, ഇത് കണ്ടു തീരുന്ന സമയത്ത് ഷോ ചെയ്യും. ഫൈനലി ഇതെല്ലാം ആ ഷോയുടെ ക്ലൈമാക്സിന് ഇതെല്ലാം പൊളിച്ചു കഴിയുമ്പോഴാണ് ആൾക്കാർ ചേട്ടാ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന സാധനം ഇത് വേറെയാണല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ പോകുന്ന തരത്തിലുള്ള വേറൊരു ജോണറിലുള്ള അധികം ആളുകൾ പരീക്ഷിച്ചിട്ടില്ലാത്ത സാധനമാണ് ക്രിപ്റ്റിക് 2.0 എന്ന് പറയുന്നത്. അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. വരുന്ന ആളുകൾക്ക് കുഞ്ഞു കുട്ടികളെ കൊണ്ട് വരരുത്. നമ്മളൊരു 8 വയസ്സിൽ കുറവുള്ള കുട്ടികളെ കൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആകെയുള്ളൊരു റിക്വസ്റ്റ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ദഹിക്കില്ല. പിന്നെ തിയേറ്റേഴ്സിലും കുഞ്ഞു കുട്ടികൾ വന്നിരുന്നു നമ്മളൊരു സിനിമ കാണുവാണെങ്കിൽ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് ഡിസ്ട്രാക്ഷനാണ്, രണ്ട് ഇവർ വലിയ കാര്യത്തിൽ ടിക്കറ്റൊക്കെ എടുത്ത പ്രോഗ്രാമിന് വന്നിട്ട് അവർക്കും അത് കാണില്ല. അപ്പോൾ അവർക്ക് കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കൊച്ചിനെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് തിരിച്ച് കയറി വരുമ്പം തുടങ്ങിയത് ഇത് എന്തോന്നൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു വിജയമാവട്ടെ, വലിയ മുമ്പോട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കുന്ന പരിശ്രമങ്ങൾ മുമ്പോട്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളുമായിട്ട് സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.